നമസ്കാരം. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലൻഡ്. പക്ഷേ അവിടുത്തെ ജനങ്ങളും സർക്കാരുമല്ല ഇപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. മറ്റൊന്നുമല്ല, ട്രംപിൻ്റെ അധിക തീരുവ തന്നെയാണ് അവിടെയും പ്രശ്നം. സ്വിറ്റ്സർലൻഡിന് 39% ഇപ്പോൾ ട്രംപ് തീരുവയായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വളരെ കൂടുതലാണ് എന്നും രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ ഇത് ഗുരുതരമായി ബാധിക്കും എന്ന മുന്നറിയിപ്പുമായി അവിടെ വ്യവസായികളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ഏറ്റവും അധികം മുതൽ മുടക്കുള്ള രാജ്യങ്ങളിലൊന്ന് സ്വിറ്റ്സർലൻഡാണ്. 6ാം സ്ഥാനമാണ് സ്വിറ്റ്സർലൻഡിന് ഇക്കാര്യത്തിലുള്ളത്. സ്വിറ്റ്സർലൻഡിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അമേരിക്കയിൽ ശാഖകളുണ്ട്. അമേരിക്കയിൽ വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ട് ട്രംപ് ഇത്രയും വലിയൊരു നികുതി അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിശക്തമായ തോതിലുള്ള ജനരോഷം ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ അവിടെ ആരും പരസ്യപ്രകടനത്തിനോ പ്രതിഷേധത്തിനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. സ്വിറ്റ്സർലൻഡ് സർക്കാർ വിശദീകരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മിയാണ് ഇതിനൊക്കെയുള്ള കാരണമെന്നാണ്. ഇപ്പോൾ തന്നെ എത്രയോ ബില്യൺ ഡോളറാണ് ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി. എന്നാൽ ട്രംപ് ഒന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ മാറ്റാവുന്നുള്ളതേ ഉള്ളൂ എന്നാണ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. പക്ഷേ ട്രംപ് അതിന് തയ്യാറാകണം. നേരത്തെ ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം മുറിയ സന്ദർഭത്തിലൊക്കെ തന്നെ സ്വിറ്റ്സർലൻഡാണ് മുൻകൈയെടുത്ത് മധ്യസ്ഥത വഹിച്ച് ആ കാര്യത്തിന് കുറച്ചൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചത്. ഇതേ സമയം തന്നെ സ്വിറ്റ്സർലൻഡ് പ്രസിഡൻറ്റും അമേരിക്കയുടെ വാണിജ്യകാര്യ സെക്രട്ടറിയുമൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്വിറ്റ്സർലൻഡിലെ ഭരണാധികാരികൾ ജനങ്ങളോട് പറഞ്ഞത് നമുക്കൊരു 10% നികുതിയെ ഏർപ്പെടുത്താൻ സാധ്യതയുള്ളൂ ട്രംപ് എന്നാണ്. നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചത് 31%. അതിൽ നിന്ന് 10% അത് മാറ്റും എന്നാണ് അവർ വിശ്വാസം പ്രകടിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ 10 31 39% ട്രംപ് ഏർപ്പെടുത്തിയത് എന്നുള്ളത് സ്വിറ്റ്സർലൻഡിലെ വ്യവസായ മേഖലയെ ആകെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും കമ്പനികൾ നൽകിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 9 ദശലക്ഷം മാത്രമാണ്, അതായത് 1 കോടിയിൽ താഴെയാണ്. മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ സ്വിറ്റ്സർലൻഡുകാർ പൊതുവെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് വലിയ താല്പര്യം കാണിക്കുന്നവരല്ല എന്നുള്ളതാണ്. അവർക്ക് സ്വന്തമായി തന്നെ അവിടെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ലോകോത്തര നിലവാരം പുലർത്തുന്ന ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാകുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. എങ്കിൽ പോലും ആത്യന്തികമായി രാജ്യത്തെ ഇത് ബാധിക്കുക തന്നെ ചെയ്യും എന്നാണ് അവർ കരുതുന്നത്. സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകളെക്കുറിച്ച് നമുക്കറിയാം. ലോകത്തെ അതിസമ്പന്നരായ വ്യക്തികളെല്ലാം കൊണ്ട് പണം നിക്ഷേപിക്കുന്ന ബാങ്കുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. അവരുടെ വിശ്വാസ്യതയുടെയും രഹസ്യ സ്വഭാവത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ആർക്കും അവരെ കടത്തിവെട്ടാൻ പറ്റാത്ത രീതിയിൽ അത്രയും കൃത്യതയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും ഇത്തരത്തിലുള്ള തൻ്റെ വ്യാപാര താല്പര്യങ്ങളും കൂടെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നീക്കുപോക്കുകളാണ് അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഈ മാസം 7-ാം തീയതി വരെ എല്ലാ രാജ്യങ്ങൾക്കും സമയം അനുവദിച്ചിട്ടുണ്ട്. അതായത് നീക്കുപോക്ക് ചർച്ചകൾ നടത്താൻ, അതായത് ട്രംപുമായി ഒരു ധാരണയിലെത്താൻ. ഒരുപക്ഷെ അതിനോടകം തന്നെ അവർ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും ട്രംപിനും മറ്റും അനുകൂലമായ രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയും ചെയ്താൽ ഈ 39% എന്നുള്ളതിൽ എന്തെങ്കിലും മാറ്റം വരുത്തും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച ഇക്കാര്യത്തിലെ വളരെ ശക്തമായ ഒരു നിലപാട് എന്തുകൊണ്ട് അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്നത്. സർക്കാർ ദുർബലമാണ് എന്നും ഈ അമേരിക്കയുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കുകയാണ് എന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ ഒരു ശക്തമായ നിലപാടിൽ ഇപ്പോഴും തുടരുമ്പോൾ, അല്ലെങ്കിൽ പിടിവാശി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം കാര്യം കാണാൻ വേണ്ടി മാത്രം ഓരോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അവർക്ക് നിസ്സഹായരായിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ഈ 7-ാം തീയതിക്ക് മുമ്പ് എന്തെങ്കിലും കുറേ വിട്ടുവീഴ്ചകൾ ചെയ്ത് സ്വിറ്റ്സർലൻഡ് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് സ്വിറ്റ്സർലൻഡ് ജനത വിശ്വസിക്കുന്നത്.